അന്നസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഓണം ഡേ 5 ആയിരുന്നു. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയാം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ഓലനെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ആ ഓലൻ എങ്ങനെയാക്കാന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓലൻ. അപ്പോൾ ഈ ഓലൻ എങ്ങനെയാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഓലൻ ആക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ആദ്യം തന്നെ കുക്കറിലേക്ക് കുമ്പളങ്ങ കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുരുവൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അടുത്തതായി ഞാൻ പച്ചക്കായ ഇവിടെ എടുത്തിട്ടുള്ളത്. പച്ചക്കായ തോലൊക്കെ കളഞ്ഞ് റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. സെയിം കുക്കറിൽ കുമ്പളങ്ങയുടെ കൂടെ. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് കേട്ടോ. അതും ഞാൻ നേർങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഏകദേശം പച്ചക്കായൻ്റെ അതേ അളവിൽ അതും റൗണ്ടിൽ കട്ട് ചെയ്ത് നടുക്കുന്നതും കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് വിസിലിന് വരുമ്പോൾ നമ്മൾ കുമ്പളങ്ങേൻ്റെ അകത്തുനിന്നുള്ള വെള്ളവും ഇറങ്ങി കിട്ടും. അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. അത് കൈകൊണ്ട് ഒന്ന് എന്താ പറയുക ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ കുക്കർ ഇപ്പോൾ 2 വിസിൽ വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, മൂടി ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ കുമ്പളങ്ങയും കായും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുള്ളത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പാച്ചുലൈനൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉണ്ട്. നമുക്കൊന്ന് കുമ്പളങ്ങ കുറച്ചും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം. കുമ്പളങ്ങയും ഉടച്ചു കൊടുക്കുക. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് എല്ലാ ഉരുളക്കിഴങ്ങും വേണ്ട, കുറച്ച് ഒരു എന്താ പറയുക ഒരു 4-5 ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒരു തിക്നെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഗ്രേവിക്ക്. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് പയറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നീളത്തിലുള്ള പയറില്ലേ, അതങ്ങനെ നീളത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തിട്ട് നമുക്കിനി ഒന്ന് ഈ പയർ ഇതിൻ്റെ കൂടെ വേവിച്ചെടുക്കാം. ദയവ് ചെയ്ത് പയർ വിസിലിന് വെക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിസിലിന് വെച്ചാൽ അത് അടിഞ്ഞു പോകും കേട്ടോ. ഒരു സാധനം പറയാൻ വിട്ടുപോയി. പയറിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട്. അതും റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ എന്താ പറയുക കുമ്പളങ്ങ ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ പാകത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളൊന്നിത് വേവിച്ചെടുക്കുക ചെയ്യുന്നത്, ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചത്, ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടില്ല. കുറച്ച് ഈ വെള്ളം ഒന്ന് അധികം വറ്റിക്കേണ്ട, എന്നാലും കുറച്ച് നമുക്ക് വറ്റിച്ചെടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ. കാരണം ഇനി തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം വെള്ളം വറ്റി വരാനായി. അപ്പോൾ ഇങ്ങനെ ഒരു ടൈമാണ് നമ്മൾ ഇതിനകത്തേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1-ാം പാലാണ്. ഞാൻ 1-ാം പാല് മാത്രമേ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതും ഡയറക്റ്റ് ഒരു തേങ്ങേൻ്റെ പാല് മുഴുവൻ ഉണ്ട് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുമ്പളങ്ങയൊക്കെ ഉടച്ചു കൊടുത്ത് വെള്ളവും കുറച്ച് വറ്റിച്ചിട്ടാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാൽ ഒഴിക്കുമ്പോഴേക്ക് തന്നെ ഇത് നല്ലൊരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കരിവേപ്പിലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 തണ്ടിൻ്റെ അളവിൽ കരിവേപ്പില ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർത്തതിന് ശേഷം അധികം പിന്നെ ചൂടാക്കി എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 2 തണ്ടിൻ്റെ അളവിൽ, 2 തണ്ടല്ല കേട്ടോ, അതിൽ കൂടുതൽ ഞാൻ കരിവേപ്പില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കരിവേപ്പില എടുക്കാൻ പറ്റുമോ അത്രയും എടുത്ത് അത്രയും നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ മേലെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും ഞാൻ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 2 ടീസ്പൂണിൻ്റെ അളവിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കുക ചെയ്യുന്നത്. കുക്കറിൻ്റെ മൂടിനെ കൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ നമ്മൾ ഓലൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴേക്ക് നമ്മൾ ഓലൻ നല്ല തിക്കായിട്ട് അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതൊരു
പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഇലയിലേക്കോ അതും അല്ലെങ്കിൽ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം റെഡിയായതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം സെർവ് ചെയ്യുക. അപ്പം അടിപൊളി തിക്കായിട്ടുള്ള ഓലൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഓലൻ റെസിപ്പി? സിമ്പിൾ അല്ലേ? വളരെ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ഈ സദ്യയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയണേ. അപ്പൊ നമ്മള് വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട, കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ, പ്രത്യേകം ഈ ഓണം സീരീസ്. അപ്പൊ ഈ ഓണം സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ